ഹായ് ഫ്രണ്ട്സ്, നയൻസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് പ്ലാന്റ് എന്ന്. അറിഞ്ഞുകൂടാത്തവരും കാണാം ഇതേത് പ്ലാന്റ് ആണെന്ന്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഫേൺ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ലൈക്കോപോഡിയം അല്ലെങ്കിൽ റിവേഴ്സ് പ്ലാന്റ് എന്നാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് റിവേഴ്സ് ആയിട്ടാണ് ഈ പ്ലാന്റ് വന്നിരിക്കുന്നത്. കണ്ടോ, റിവേഴ്സ് ആയിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. നമ്മൾ പോട്ടിലെല്ലാം ഇങ്ങോട്ടാണല്ലോ പ്ലാന്റ് വയ്ക്കുക. ഇത് പക്ഷേ അതിൻ്റെ താഴെ പോർഷനിലേക്കാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതൊരു ഫേൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫേൺ വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല മോയ്സ്ചർ ആയിരിക്കണം. അപ്പം നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിന് സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. നല്ലൊരു ഷെയ്ഡിൽ ഇത് വെച്ചാൽ മതിയാകും. ഹാങ് ചെയ്താണ് ഇടുന്നത്. ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവാം, ഈ ഒരു പോട്ടിൽ തന്നെ 1, 2, 3, 4 ഷൂട്ടോളം ഇതിലുണ്ട്. ഈ 4 ഷൂട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ സെപ്പറേറ്റ് പോട്ടുകളിൽ നമുക്ക് നടാം. അത് ഒരു പ്രൊപ്പഗേഷൻ രീതിയാണ്. വേറൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊപ്പഗേഷനാണ് കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, വേഗത്തിൽ വളർച്ച ഉണ്ടാവുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പഗേഷനാണ്. വേറൊരു ടൈപ്പിലുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലെല്ലാം ഹെയർ ഉണ്ട്. ഇനി കുറേ എൻഡിങ്ങിൽ വരുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഹെയർ പോയിട്ട് ഇതൊരു പെൻസിൽ പോലെ ഒരു അതിൻ്റെ ഹെയർ മാറിയിട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണാം. ഈ ഹെയർ ഇല്ലാത്ത ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് അതിനെ വേറൊരു പോട്ടിൽ റീപോർട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും റൂട്ട് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയും ഒരു പ്രൊപ്പഗേഷൻ രീതിയുണ്ട്. പക്ഷെ അത് വളരെ സ്ലോ ഗ്രോത്ത് ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ ഷൂട്ട്സുകളെ, ഇതിലുണ്ടാകുന്ന ഷൂട്ട്സുകളെ വേർതിരിച്ച് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്രൊപ്പഗേഷൻ നടക്കാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പ്രൊപ്പഗേഷൻ രീതിയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇനി ഇതിൻ്റെ കെയറിങ് ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞായിരുന്നു. കെയറിങ് എന്തെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വേണ്ട, നന്നായി വെള്ളത്തിൻ്റെ നനവ് വേണം. മോയ്സ്ചർ പ്ലാന്റ് ആണ്, നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം. പിന്നെന്താണ്, ഷെയ്ഡിൽ വെക്കണം. ഇത് ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടറിയാം ചകിരിയാണ് ഞാൻ ഇതിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് ഈ പോട്ടിൽ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനായിട്ട് നമ്മളിതൊരു ഓർക്കിഡ് പോട്ടാണ്. ഓർക്കിഡ് പോട്ടിൻ്റെ താഴ്ഭാഗം നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് ഈ പ്ലാന്റ് നടേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് പോർഷൻസ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു പ്ലാന്റ്, ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്നും ഒരു ഷൂട്ട് കണ്ടോ, ഇതുപോലെയാണ് ഷൂട്ട്സ്. നമുക്ക് ഈ ഷൂട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പറയുന്നത്, ഇത് ഓരോന്നും ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, ഇതുപോലെ ഇത് വേർതിരിഞ്ഞ് വീണ്ടും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. അത് ആദ്യം 2ആയിട്ട് മാറുന്നുണ്ട്, പിന്നെ 4ആയി, അങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഷൂട്ട് ഞാൻ മാറ്റിയെടുത്തതാണ്. ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ റൂട്ടുണ്ട്. ഇതിൽ കണ്ടോ, നന്നായിട്ട് റൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിലേക്ക് കുറച്ച് ചകിരി, പിന്നെ തൊണ്ടിയും കഷ്ണവും ഉപയോഗിക്കാം കേട്ടോ. ചകിരി എടുത്തിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം, കാരണം ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് പുറത്തേക്ക് വരാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കണം. സൂക്ഷിച്ച് ചെയ്യണം, കട്ട് ചെയ്ത് പോവരുത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് റിവേഴ്സായിട്ട് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ബാക്കിയുള്ള ഭാഗം ചകിരി വെച്ച് ഫില്ല് ചെയ്യുക. ഇനി ഹാങ്ങിങ്സ് യൂസ് ചെയ്ത് ഹാങ് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് പോട്ട് ചെയ്യേണ്ടത്. നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിന് വേണ്ട കെയറിങ്. ഓക്കെ, ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ്, വേഗം തന്നെ എല്ലാവരും സ്വന്തമാക്കുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.